ബിനിലും എസ് രാഗിനും നമ്മളോടൊപ്പം വിവരങ്ങളുമായി കോടതിയുടെ മുന്നിൽ നിന്ന് ചേരുകയാണ്. രാഗിൻ, 8 വർഷക്കാലം നമ്മൾ ഉറ്റുനോക്കിയ കേസിലെ വിധിയാണ് വരാനിരിക്കുന്നത്. ആ കോടതിയിൽ നിന്ന് ബിനിലും രാഗിനൊപ്പമുണ്ട്. ഇത്രയും നീണ്ട നിയമ പോരാട്ടത്തെ, ഇത്രയും നീണ്ട മലയാളികളുടെ അഭിമാന പോരാട്ടത്തെ എങ്ങനെ കാണണം? തീർച്ചയായും നാടുറ്റുനോക്കുന്ന വിധിയാണ് അല്പസമയത്തിനകം തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് വരാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 8ാം പ്രതി ദിലീപ്, അതോടൊപ്പം തന്നെ പൾസർ സുനി ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ കോടതി എന്ത് തീരുമാനമാണ് പറയാൻ പോകുന്നത് എന്നതാണ്. ദിലീപിനെ ശിക്ഷിച്ചാൽ, അതായത് പോലീസ് കണ്ടെത്തിയിട്ടുള്ള ഗൂഢാലോചന എന്ന് പറയുന്ന ആ വാദം അല്ലെങ്കിൽ ആ കാര്യം അത് സ്റ്റാൻഡ് ചെയ്യപ്പെടുകയാണ്. അതായത് രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ ഒരു സംഭവം, ആദ്യത്തെ സംഭവമായിരിക്കും ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകുക എന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്റ്റാൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ പോകും. ഇനി ദിലീപിനെ വിട്ടുകഴിഞ്ഞാൽ അത് ഈ ഗൂഢാലോചന വാദം അത് സ്റ്റാൻഡ് ചെയ്യപ്പെടാതെ ഇരിക്കും. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായക ദിവസമാണ്, പ്രതികൾക്കും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ബിനിൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പ്രോസിക്യൂഷൻ വലിയ കോൺഫിഡൻസിലാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 2013 മുതൽ തുടങ്ങിയ ഗൂഢാലോചനയുടെ ടവർ ലൊക്കേഷൻ ശാസ്ത്രീയ തെളിവുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ മൊഴി മാറ്റമടക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ബാധിക്കില്ല, മറിച്ച് രീതിയിലുള്ള ശാസ്ത്രീയ തെളിവുകൾ ഉണ്ട് എന്നതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. എന്തായിരിക്കും ഇന്ന് കോടതിയിൽ സംഭവിക്കാൻ പോവുക? അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്? രാഗിന്, അതിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണി നമുക്കവിടെ ദൃശ്യത്തിൽ കാണാം. അപ്പുണ്ണി എത്തിയിട്ടുണ്ട്. കുറച്ച് മുൻപ് തന്നെ അപ്പുണ്ണിയും ദിലീപുമായിട്ട് അടുപ്പമുള്ള ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വഴിക്ക് തന്നെ ദിലീപ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. നമുക്ക് അപ്പുണ്ണിയുടെ കാര്യമൊക്കെ അറിയാം. അപ്പുണ്ണി ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു. പിന്നീട് കോടതി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കോടതി മുമ്പാകെ മൊഴി മാറ്റിയ ഒരു സാക്ഷി കൂടിയാണ് ദിലീപിന്റെ ഡ്രൈവറായ അപ്പുണ്ണി. അതായത് അത്തരത്തിൽ ദിലീപ് ഇങ്ങോട്ടേക്ക് വരാനുള്ള, കോടതിയിലേക്ക് വരാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ദിലീപിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതായത് ഈ കോടതിയിലേക്ക് എങ്ങനെ വരാം എന്നത് സംബന്ധിച്ച കൃത്യമായ റൂട്ടൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആളുകളൊക്കെ എത്തി നിരീക്ഷിച്ചു. പോലീസും ആ ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മൾ ദിലീപിനെ അവിടെ നിന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി കോടതി മുറിക്കുള്ളിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ന് ആദ്യത്തെ കേസായിട്ട് തന്നെയാണ് SC 118/2018 ഈ സെഷൻസ് കോടതി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഈ കേസ് വിളിച്ചു കഴിഞ്ഞാൽ കോടതി ചെയ്യാൻ പോകുന്നത് ഇതിലെ വിചാരണ നേരിട്ട 10 പ്രതികളെ, അതായത് പൾസർ സുനി മുതൽ ഇങ്ങോട്ട് ദിലീപ് വരെ, ഏറ്റവും അവസാനം ദിലീപിന്റെ ഉറ്റ സുഹൃത്ത് ശരത് ജി നായർ വരെയുള്ള 10 പേരെയും ആ പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തുക എന്നതാണ്. ആ പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി കഴിഞ്ഞ് കോടതി ആദ്യം ചെയ്യാൻ പോകുന്നത്, ആരെയെങ്കിലും ഈ കേസിൽ നിന്ന് വിടാനുണ്ടെങ്കിൽ, അതായത് ഒഴിവാക്കാനുണ്ട്, കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തി ഒഴിവാക്കാനുണ്ടെങ്കിൽ അവരോട് ഈ പ്രതിക്കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടും. അപ്പോൾ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും കോടതി ഈ വിധിന്യായത്തിലേക്ക് കടന്നാൽ ആദ്യത്തെ ഒരു 5 സെക്കൻഡ് കൊണ്ട് അറിയാം കേരളം കാത്തിരിക്കുന്ന ശിക്ഷാവിധി എന്ത് എന്നത്. അതായത് ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നതായിരിക്കും ഈ ഏറ്റവും ആദ്യം തന്നെ വരാൻ പോകുന്നത്. ആരെയൊക്കെ വെറുതെ വിടുന്നു അതാണ് ആദ്യം പറയാൻ പോകുന്നത്. അവരോട് ഈ പ്രതിക്കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കോടതി ആവശ്യപ്പെടും. അപ്പോൾ ഒരു ചെറിയ കാര്യമുണ്ടല്ലോ, അതായത് സാധാരണഗതിയിലുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, പക്ഷേ ഇതിനിടയിൽ ഒരു അഡ്വാൻസ് പെറ്റീഷൻ വന്നിട്ടുണ്ട് പൾസർ സുനിയുടെ അമ്മയുടെ. സ്വാഭാവികമായിട്ട് ഒരു ഓർഡർ പറയുന്നതിന് മുൻപ് ആ പെറ്റീഷൻ തീർപ്പാക്കണ്ടേ? തീർച്ചയായും പൾസർ സുനിയുടെ അമ്മയുടെ പെറ്റീഷൻ എന്ന് പറയുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത നടപടി അത് റദ്ദാക്കണം, അവരുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് മാത്രമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ആ ബാങ്ക് അക്കൗണ്ടിന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. കാരണം ഈ കൊട്ടേഷൻ ആയിട്ടുള്ള ആദ്യ ഘടുവായിട്ടുള്ള 1 ലക്ഷം രൂപ എത്തിയത് ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. അങ്ങനെയാണ് പൾസർ സുനിയുടെ അമ്മ ശോഭനയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്. ഇന്ന് ഈ വിധി വരാനിരിക്കുകയാണ് അവർ അങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ദിലീപിനെ ശിക്ഷിക്കുകയാണെങ്കിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലാസിക്കായി അവരുടെ അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടവും വിജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഇത്തരത്തിൽ ഒരു കൃത്യം നടക്കുന്നു, ആ കൃത്യത്തിനൊരു കൊട്ടേഷനാണ്. ആ കൊട്ടേഷൻ എന്ന് പറയുന്നത് ദിലീപിൻ്റെതാണ് എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള ഗ്യാങ് റേപ്പ് അടക്കമുള്ള എല്ലാ വാദങ്ങളും സ്റ്റാൻഡ് ചെയ്യും. ഇനി അഥവാ വിട്ടുപോയി കഴിഞ്ഞാൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം കൃത്യത്തിൽ പെടുന്നവർ ഒരുപക്ഷെ അവരെ ശിക്ഷിച്ചാൽ അവർ ഇതിൽ കൺവിക്ട് ചെയ്യും, ഗൂഢാലോചന സിദ്ധാന്തം നിലനിൽക്കാതെയും പോകും. അങ്ങനെ വന്നാൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയായിരിക്കും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ 3 കുറ്റപത്രങ്ങളാണുള്ളത്. ആദ്യ കുറ്റപത്രം ഈ കേസിൽ ഈ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള 6 പ്രതികൾ, അവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ചാർലി തോമസ്, അതാണ് ആ 7 പ്രതികൾ എന്നാണ് അവർക്കെതിരെയായിരുന്നു ആദ്യ കുറ്റപത്രം. അവിടെ ദിലീപ് ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. പിന്നീട് ദിലീപ് തന്നെ അന്നത്തെ ലോക്നാഥ് ബെഹ്റ DGPക്ക് നൽകുന്ന ഒരു പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ പരാതിക്കാരനാണ് പ്രതിയെന്ന് മനസ്സിലാക്കുകയും തിരശീലയ്ക്ക് പിന്നിലെ പ്രതിനായകൻ
പുറത്തു വരികയും ചെയ്യുന്നത്. അങ്ങനെയാണ് ദിലീപിന്റെ ആ നിർണായകമായ അറസ്റ്റും പിന്നീട് ഈ സിനിമാ രംഗത്തെ കൂടുതൽ ആൾക്കാരെ ചോദ്യം ചെയ്യുന്നതിലേക്കൊക്കെ വന്നത്. അവിടെ ഈ ഗൂഢാലോചന കണക്ട് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഗൂഢാലോചന ഭാഗം വിചാരണയിൽ തെളിയിക്കുക എന്നതാണ് ഒരു ക്രിമിനൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ദിലീപ് ഈ ചിത്രത്തിലേ ഉള്ള ആളായിരുന്നില്ല. അതായത് ഈ കൃത്യം നടന്ന ഒരിടത്തും ദിലീപിന്റെ സാന്നിധ്യമേ ഇല്ല എന്നതാണ്. ഈ ഗൂഢാലോചന സ്വാഭാവികമായിട്ടും വരുമ്പോൾ എന്തിന് ഗൂഢാലോചന എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ ഈ ദിലീപിന് നടിയോടുള്ള വ്യക്തി വൈരാഗ്യം, ആ വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തി അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന ഉണ്ടാകുന്നത് എന്ന പ്രോസിക്യൂഷൻ കാര്യം പറയുമ്പോൾ ഈ വ്യക്തി വൈരാഗ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടനവധി മൊഴികൾ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വന്നിരുന്നു. പക്ഷേ അവർ പലരും വിചാരണ ഘട്ടത്തിൽ മൊഴി മാറ്റുന്ന അവസ്ഥയുണ്ടായി. അവർ പലരും സിനിമാ താരങ്ങളുമാണ്. അത് ഈ കേസിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ മൊഴിമാറ്റം ഈ കേസിനെ ബാധിക്കുമോ എന്നതൊരു വലിയ ആശങ്ക തന്നെയാണ്. കാരണം 28 സാക്ഷികളാണ് ഈ കേസിൽ മൊഴി മാറ്റിയിരിക്കുന്നത്. രാഗി നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ ക്രക്സ് എന്ന് പറയുന്നത് ഈ നടിയോടുള്ള ദിലീപിൻ്റെ വ്യക്തിവിരോധം തന്നെയാണ്. അവരെ സിനിമാ രംഗത്ത് നിന്നടക്കം ദിലീപ് മാറ്റി നിർത്തി എന്നുള്ളതാണ്. ആ മാറ്റി നിർത്തലിന് പിന്നിൽ ഒരു കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു എന്നതാണ്. അതായത് ദിലീപിൻ്റെ ആദ്യ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യരുമായിട്ടുള്ള ബന്ധം വേർപെടാനുള്ള കാരണം ഈ ആക്രമിക്കപ്പെട്ട നടിയാണ് എന്ന് ദിലീപ് ഉറച്ചു വിശ്വസിച്ചു. അതാണ് പ്രോസിക്യൂഷന്റെ കേസ്. അതിന് 3 പ്രധാനപ്പെട്ട താരങ്ങളുടെ മൊഴി കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. അതായത് പ്രോസിക്യൂഷൻ ഈ പോലീസ് ഇവരെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഇവരെല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതായത് ഇവർ തമ്മിലുണ്ടായ തർക്കങ്ങൾ, അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ ഈ നടി പരാതിപ്പെട്ടത്, അമ്മ സംഘടനയ്ക്ക് പരാതിപ്പെട്ടത്, അതോടൊപ്പം തന്നെ 2013 ആ റിഹേഴ്സൽ ക്യാമ്പിൽ, അതായത് താരനിശയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചുള്ള സംഭവങ്ങൾ. പക്ഷേ കോടതി മുമ്പാകെ വിചാരണ വന്നപ്പോൾ ഈ തെളിവുകൾ അല്ലെങ്കിൽ ഈ സാക്ഷിമൊഴികൾ ഈ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നടി ഭാമ, സിദ്ദിഖ്, ബിന്ദു പണിക്കർ, ഈ 3 പേരും മൊഴി മാറ്റിയത്. ഇടവേള ബാബുവിന്റെ കാര്യത്തിൽ ഇടവേള ബാബുവിനുണ്ടായിരുന്നത് ഈ അമ്മ സംഘടനയ്ക്ക് നടി നൽകിയ വാക്കാലുള്ള പരാതിയാണ്. ഇടവേള ബാബുവിനോട് പറഞ്ഞിരുന്നു ദിലീപ് തന്റെ അവസരം നഷ്ടപ്പെടുത്തുന്നു. അത് പക്ഷേ ആ കോടതി മുമ്പാകെ വന്ന് പറയാൻ ഇടവേള ബാബു തയ്യാറായില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇത്രയും വലിയ സമ്മർദ്ദങ്ങൾക്കിടയിൽ മൊഴി മാറ്റിയപ്പോഴും 2 പേർ തങ്ങൾ പ്രോസിക്യൂഷൻ നൽകിയ മൊഴിയിൽ ഉറച്ചു നിന്നു. അത് ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യരും മറ്റൊന്ന് കുഞ്ചാക്കോ ബോബനുമാണ്. തീർച്ചയായും മഞ്ജു വാര്യർ തന്നെയാണ് തുടക്കത്തിൽ കൊച്ചിയിൽ നടന്നൊരു പരിപാടിയിൽ പറഞ്ഞത് ഇതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന്. ആ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ അതെങ്ങനെയെന്ന് തന്നിലുള്ള ചർച്ചയാണ് പിന്നീട് ഈ കാര്യങ്ങളിലേക്കൊക്കെ പോയത്. തീർച്ചയായും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഇവിടുത്തെ ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് ആ പ്രതിഷേധ സംഗമം നടന്നത്. അവിടെ മഞ്ജു വാര്യർ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോഴാണ് അവർ മാത്രമാണ് ഈ സംഭവത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് പരസ്യമായി പറയുന്നത്. ആ ഗൂഢാലോചനയാണ് പിന്നീട് പോലീസ് കണ്ടെത്തുകയും അവരുടെ ആദ്യ ഭർത്താവായിരുന്ന ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തുകയും. അതോടൊപ്പം തന്നെ ഈ വിചാരണ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ വാദം എന്ന് പറയുന്നത് ഈ വിചാരണ അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിച്ചു. അതോടൊപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, സാക്ഷികൾക്ക് മൊഴി പഠിപ്പിച്ചു, അതുമായി ബന്ധപ്പെട്ട ചില ഓഡിയോകൾ പുറത്തേക്ക് വരുന്നു. കൂടാതെ വ്യാജരേഖ ചമച്ചു ദിലീപ്. ഇതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇതിനൊപ്പം തന്നെ അന്വേഷണ സംഘം കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒരുപാടുള്ളൊരു കേസാണ്. ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംവിധായകൻ ബാലേന്ദ്രകുമാർ പിന്നീട് വന്നു പറഞ്ഞ മൊഴിയാണ്, വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പെടുത്തലോടുകൂടിയാണ് ഈ ദിലീപ് ഈ കേസിൽ ഗൂഢാലോചനയിലേക്ക് വരുമ്പോൾ ഒരുപാട് സംശയങ്ങൾ പലർക്കും പൊതുസമൂഹം. ദിലീപ് ഈ കൃത്യം ചെയ്യുമോ, ഇതിന് ഗൂഢാലോചന ചെയ്യുമോ, ദിലീപിന് ഇതിനെന്ത് റോള്, ആദ്യം ദിലീപിനെ അറസ്റ്റ് ചെയ്തില്ലല്ലോ, ദിലീപ് സാക്ഷി പോലും ആയിരുന്നില്ലോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു.